UAE-യിലെ റോഡുകളിൽ ട്രക്കുകൾക്ക് നൽകിയ ഇളവുകൾ ഞായർ വരെ നീട്ടി. ഭക്ഷ്യവിതരണം സുഗമമാക്കാനാണ് ഇളവ് നീട്ടിയത്. UAE-യിൽ സ്കൂളുകൾക്കുള്ള സ്പ്രിംഗ് അവധി സർക്കാർ പുനഃക്രമീകരിച്ചു. മാർച്ച് 23-നാണ് സ്പ്രിംഗ് അവധിയുടെ ഭാഗമായി UAE-യിൽ ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുക. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, ട്രക്കുകൾക്ക് നൽകിയ ഇളവുകൾ ഇത് എത്ര വരെയാണ് നീട്ടിയത്? വിവരങ്ങൾ എങ്ങനെ? അമൃത, നിലവിൽ ഈ ഇറാന്റെ ആക്രമണം ഉണ്ടാക്കിയ ഒരു കുറച്ചു പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കുറച്ച് നിയന്ത്രണങ്ങൾ, അതൊക്കെ കൊണ്ട് കുറച്ച് മാറ്റങ്ങൾ രാജ്യത്ത് വരുത്താൻ UAE നിർബന്ധിതമായിരിക്കുകയാണ്. UAE മാത്രമല്ല, ഒരുവിധം ഗൾഫ് രാജ്യങ്ങളൊക്കെയും തങ്ങളുടെ രാഷ്ട്രങ്ങളിൽ അതത് രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെയും. പ്രത്യേകിച്ച് ഈ ട്രക്കുകളുടെ നിയന്ത്രണം, അത് UAE-യിൽ വളരെ കണിശമായി നടക്കുന്ന ഒന്നാണ്. വലിയ ട്രക്കുകൾക്ക് ചില റോഡുകളിലൂടെ ചില സമയങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അത് പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്, ആ വാഹനങ്ങൾ ഓടിക്കാനാവില്ല എന്നുള്ളത് പണ്ട് മുതലുള്ള നിയമമാണ്. അതിൽ ഇളവ് കൊണ്ടുവന്നിരുന്നു. ആ ഇളവ് ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. അത് ഞായറാഴ്ച വരെയും നീട്ടിയത്. അതായത് ഈ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ട്രക്കുകൾ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു തരത്തിലും ഈ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് ഒരു വീഴ്ചയും വരാൻ പാടില്ല. അപ്പോൾ അതൊക്കെയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ ട്രക്കുകൾ കൂടുതൽ സമയം ഓടുന്ന ഒരു രീതി, ആ ഒരു തീരുമാനം അത് കുറച്ചുകൂടി നീട്ടിയേക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത്, അതായത് ഇവിടെ സ്പ്രിംഗ് അവധിയുടെ സമയമാണ് മാർച്ച് ഈ മാസത്തിൽ. അത് ഒരു 2-2.5 ആഴ്ച സ്പ്രിംഗ് അവധി നൽകാറുണ്ട്. പക്ഷെ അത് വളരെ നേരത്തെ ഇത്തവണ സ്പ്രിംഗ് അവധി നൽകിയിരിക്കുകയാണ്. ഒരാഴ്ച മുൻപേ തന്നെ. അതായത് ഈ വെള്ളിയാഴ്ച വരെ റിമോട്ട് സ്കൂളിംഗ് ആണ്, റിമോട്ട് ലേണിംഗ് ആണ്, ഏതാണ്ട് ഓൺലൈൻ ക്ലാസ് പോലെയുള്ള ലേണിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് UAE-യിലുടനീളം. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ 22-ാം തീയതി വരെ സ്പ്രിംഗ് അവധി എന്ന നിലയിലേക്ക് നീട്ടി. അപ്പോൾ ഫലത്തിൽ ഇനി 23-ാം തീയതി മാത്രം കുട്ടികൾക്ക് ക്ലാസ്സിൽ പോയാൽ മതി. അത് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലും അത് ബാധകമാണ്. അത് കൂടുതലായി കുട്ടികളെ സുരക്ഷിതരാക്കാൻ വീടുകളിൽ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി അല്പസമയത്തിന് മുൻപ് വന്നിട്ടുണ്ട്. അത് ഈ വിസ കാലാവധി കഴിഞ്ഞവരുടെ പിഴ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഓവർ സ്റ്റേ ഫൈൻ ഒഴിവാക്കിയതായി UAE അറിയിക്കുകയാണ്. വ്യോമപാത അടച്ചതിനെ തുടർന്ന് രാജ്യത്ത് കുടുങ്ങിയവരുടെ വിസ പിഴവുകൾ ഒഴിവാക്കിയിരിക്കുന്നു. വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവർ, ഫെബ്രുവരി 28-ന് ശേഷം സന്ദർശക വിസ, ടൂറിസ്റ്റ് വിസ കാലാവധി തീർന്നവർ എന്നിവർക്ക് ഈ ഇളവ് ബാധകമാണ്. അവർക്ക് പിഴ അടയ്ക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ താമസ വിസ റദ്ദാക്കി രാജ്യം വിടാനിരുന്നവർക്കും ഫൈൻ ഉണ്ടായില്ല. UAE ICP ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ ഇളവുകളൊക്കെയും കൊണ്ടുവന്നിരിക്കുന്നു. ജനജീവിതം പഴയപടി ആക്കിയെടുക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇങ്ങനെ കൈക്കൊണ്ട് വരികയാണ്. ഒരുവിധം ഈ സാമ്പത്തിക കേന്ദ്രങ്ങളൊക്കെ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അത് 2-3 ദിവസം കൂടി ഉണ്ടാകില്ല എന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഫലത്തിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി, അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും കൂടി എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം, അത് US കോൺസുലേറ്റ് ആക്രമണം ഒഴികെ ബാക്കി വലിയ ആക്രമണങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഈ ആക്രമണത്തിന്റെ തോത് പരിശോധിച്ചാലും മിസൈലുകൾ തടുത്തതിന്റെ എണ്ണം പരിശോധിച്ചാലും ഒക്കെ വലിയ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഒരു ആശ്വാസം നൽകുന്നതാണ്. ഒപ്പം തന്നെ പ്രതീക്ഷ നൽകുന്നുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ ജീവിതം ഏതാണ്ട് പഴയ രീതിയിൽ തന്നെയാണ്. രാജ്യത്തിന്റെ പ്രവർത്തനവും ഏതാണ്ട് അതുപോലെ തന്നെ ആക്കിക്കൊണ്ടുവരാൻ ആ നിലയിലേക്ക് കുറെ കൂടിയൊക്കെ മാറുകയാണ് UAE. അതിന്റെ ഭാഗമായി കുറെ തീരുമാനങ്ങളൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണം അത് തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിച്ച ഒരു ദിവസം ഇന്നാണെന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ മുതൽ ഈ സമയം വരെയും ഒരു തരത്തിലും UAE-ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. അത് കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ മാത്രമാണ് ഗൾഫിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ വളരെ ശാന്തമാണ്. പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളും നീക്കങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.